നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. വിഷുവിന് മുമ്പ് അവർക്ക് വീണ്ടും ഒരു 1000 രൂപയുടെ പെൻഷൻ കൂടി വരികയാണ്. ഇലക്ഷൻ കഴിഞ്ഞു, ഇനി എന്നായിരിക്കും പെൻഷൻ വരിക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ മാസം അവസാനത്തിലാണ് നമുക്ക് 2000 രൂപയുടെ പെൻഷൻ ലഭിച്ചത്. അന്ന് 2 മാസത്തെ പെൻഷനായിരുന്നു ലഭിച്ചിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ ഈ ഒരു മാസം വിഷുവിന് മുമ്പായി തന്നെ 1 മാസത്തെ പെൻഷൻ കൂടി അവർക്ക് വരികയാണ്. 1000 രൂപയുടെ വിതരണമായിരിക്കും അവർക്കുണ്ടായിരിക്കുക. നാളെയോ മറ്റന്നാളെ തന്നെ അവർക്ക് വിതരണം ഉണ്ടാകും. കഴിഞ്ഞ മാസം സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിച്ച ആളുകൾ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ 3 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി 3 മാസത്തിലെ പെൻഷൻ ഇപ്പോൾ തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ മാസത്തിലെ പെൻഷൻ വിതരണം ചിലപ്പോൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളെ തന്നെ തുടങ്ങുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അന്ന് പെൻഷൻ അപേക്ഷ സമയത്ത് പല ആളുകളുടെയും മൊബൈൽ നമ്പർ തെറ്റായി കൊടുക്കുക, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ തെറ്റായി കൊടുക്കുക, നിലവിലില്ലാത്ത ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്ത ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സെക്രട്ടറിക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ മാറ്റണമെങ്കിൽ, അതുപോലെ തന്നെ പുതിയ മൊബൈൽ നമ്പർ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് പഞ്ചായത്തിലേക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുത്തത് ആ പഞ്ചായത്തിലെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷയിൽ എഡിറ്റ് ചെയ്യാനുള്ള അവസരം വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിരുന്നു. അങ്ങനെയുള്ള ആളുകൾ എന്താണ് നിങ്ങൾക്ക് മാറ്റേണ്ടത്? ബാങ്ക് അക്കൗണ്ട് മാറ്റണമെങ്കിൽ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയും ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയോ മുനിസിപ്പൽ സെക്രട്ടറിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ പെൻഷൻ പണം ആക്റ്റീവ് ആവുകയും പെൻഷൻ അപ്രൂവൽ ചെയ്യുകയും ചെയ്തിട്ടും പണം എത്താത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പണം എത്താത്ത ആളുകളാണെങ്കിൽ നോ എന്നും, ലഭിച്ച ആളുകളാണെങ്കിൽ യെസ് എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെ പണം ലഭിക്കാത്ത ആളുകൾക്കാണ് ഇപ്പോൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി നിർബന്ധമായിട്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റോ അതിന് സൗകര്യമില്ല. നിങ്ങൾ നേരിട്ട് തന്നെ പഞ്ചായത്തിലെത്തി ഈ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.